ഇന്നെന്താ ദീപം കൂടുതൽ നാമം ചോദിക്കലൊന്നും ഇല്ലേ? ആരതി, എന്തു പറ്റി? ഇങ്ങോട്ട് കേറി വാ. നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീടല്ലേ? വാന്നേ. നേരം കെട്ട നേരത്താണോ വീട് കാണിക്കാൻ ആൾക്കാരെ കൊണ്ടിരുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ കേറി വരും. അപ്പോഴേ ദിവസങ്ങൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. ദേ അതാണ് സ്വീകരണ മുറി, അത് ബെഡ്റൂം. വാ വാ, കാണിച്ചു തരാം. അങ്ങോട്ട് കയറണ്ട. അതെന്നെ മകന്റെ ബെഡ്റൂം. അവര് വല്ല കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അയ്യോ, ഇയാൾ ഇതുവരെ അറിഞ്ഞില്ലേ? എന്ത്? മോനും ഭാര്യയും കുഞ്ഞും കൂടും കുടുക്കെ എടുത്തോണ്ട് വീട് മാറിപ്പോയി. നിങ്ങൾ വന്നേന്നേ. അല്ല, മോനും മരുമോളും പോയ വിവരം അങ്ങനെ അറിഞ്ഞില്ലേ? അതെങ്ങനെ? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ കാര്യം പറഞ്ഞാലല്ലേ അറിയൂ. ആ, അത് നേരാ. പോകാൻ അശ്വതി സമ്മതിച്ചോ? അവൻ നിർബന്ധിച്ചാലും അവള് സമ്മതിക്കാൻ പാടില്ലാത്തല്ലേ? അവള് നല്ലവളാ, നല്ലവളാ. അയ്യണ, നിങ്ങൾ വാ. അതുങ്ങൾക്ക് ഇപ്പോഴും കൊഞ്ചല് മാറിയിട്ടില്ല. വയസ്സ് കാലത്ത് കൊഞ്ചും. ഇത്രയും പണം അഡ്വാൻസ് തരാൻ എനിക്ക് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഇട്ടിച്ചൻ എന്നെ കൈവിടരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ ഓടി അടച്ചു തീർത്തോളാം. അങ്ങനെയൊക്കെ മാധവനെ തറപ്പിച്ച് പറയാൻ പറ്റുമോ? മനുഷ്യന്റെ കാര്യങ്ങളല്ലേ. ഇന്ന് കാണുന്നവരെ നാളെ കാണത്തില്ല. തന്നെയല്ല, ഒരു പരിചയക്കാരന് പണം കടം കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ശത്രുവിനെ കൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ശത്രുവാവില്ല. ആ, ഒരു കാര്യം ചെയ്യ. വൈകിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണും. ആകട്ടെ. ഏതായാലും അങ്ങനെ സംഗതി അങ്ങ് നടന്നു. ഈ ബ്രോക്കർ കുഞ്ഞപ്പോ ഒരു കാര്യത്തിൽ ഇടപെട്ട അത് ഉദ്ദേശിച്ചോടത്തുകൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ. 1000 1500 പറഞ്ഞോണ്ട് പലരും വന്നതാ. പക്ഷെ മാധവേട്ടനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാ. ഇനി മാറ്റിയാൽ തന്നെ ഞാൻ സമ്മതിക്കൂ. ഓട്ടോ ഓട്ടോ നിർത്ത. എന്നാ ഞാൻ വരട്ടെ? ശരി. ഞാനുണ്ട്. നമുക്ക് കിട്ടാനുള്ള കയ്യോടെ പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പൊ ഇതിന്റെ പോക്കുവരത്ത് അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അങ്ങനെ നമ്മളും ഈ ഭൂമിയിൽ 5 സെന്റിന്റെ ഉടമയായി. എന്റെ പേര് തന്നെ എഴുതണ്ടായിരുന്നു. ഓ, ആരുടെ പേരിൽ എഴുതിയാലെന്താ? ഇനി ഒരു വീട് തല്ലിക്കൂട്ടണം. വീടിന്റെ പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? ഭാരതീ ഭവനം. മോഹങ്ങളെ ചില്ലറയൊന്നും അല്ലല്ലോ. ഞാനിപ്പോ പഴയ മാധവനല്ല, ഒരു ഭൂമിയുടെ ഉടമസ്ഥനാ. ഓ, ഉടമസ്ഥൻ എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരുമോ? പിന്നെന്താ, ശ്രീമതി വരണം. ഓ, പോടാ, ആരെങ്കിലും കാണും. ഗൾഫിലെ ജോലി കണ്ടോണ്ടൊന്നുമല്ല ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്. പോന്നെങ്കിൽ പോട്ടോ. ഈ ജോലി ഇല്ലെങ്കിലും താൻ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. പേടിക്കണ്ട. എന്തു പറ്റി? എന്താ പ്രശ്നം? ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. എന്റെ ജോലി പോയി. ഈശ്വര, നന്നായി അല്ലേ? ഇനിയിപ്പൊ സാമ്പാറും മാമ്പഴപ്പുളിശ്ശേരിക്കായിട്ട് സുഖമായിട്ട് ഇവിടെ കൂടാം. എന്താ, ചാപ്പാട് ഓസാണെങ്കിലും ദഹിക്കാതെയൊന്നുമില്ലല്ലോ. നീ കരയണ്ട, ഇതെല്ലാം അച്ഛന്റെ വിധി. സ്ഥലത്തിന്റെ കാര്യം സന്തോഷം എഴുതിയോ? ആ, പൈസയുടെ കാര്യം? ഏയ്, അത് വേണ്ട. ജോലി തീർക്കേണ്ട ടെൻഷൻ ആക്കണ്ട. കത്ത് കിട്ടിയ ഉടനെ ഇവിടെ വരെ ഒന്ന് വരാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങോട്ടാ? ഞങ്ങൾ ഇറങ്ങാം. എങ്ങോട്ട്? ഒരു വീട് ശരിയായിട്ടുണ്ട്. രണ്ടാനമ്മയുടെ തല്ലും കൊട്ടും പേടിച്ച് ചെറുപ്പത്തിലെ വീട് വിട്ടിറങ്ങിയതാ. വായിക്ക് രുചിയായിട്ട് ആദ്യമായിട്ട് ചാപ്പാട് കഴിക്കുന്നത് അമ്മയുടെ കൈകൊണ്ടാ. എരിവും പുളിയൊക്കെ നാക്കിന് പിടിച്ചോണ്ടായിരിക്കും ഇത്തിരി വാശിയും വൈരാഗ്യമൊക്കെ തോന്നുന്നത്. ആരുടെ ഓസിന് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നല്. ഞാനതൊന്നും കാര്യമായിട്ട് പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല,
സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാ. അച്ഛനും അമ്മയും ഇടയ്ക്ക് വീട്ടിൽ വരണം. വരട്ടെ. അപ്പോഴേ എത്രയും വേഗം വീട് കഴിഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെത്രയായി? ഞങ്ങളുടെ വീടിന്റെ പണി അതൊന്നും എനിക്ക് കേൾക്കണ്ട. കൃത്യമായിട്ടൊരു ദിവസം പറയണം. പലരും വന്ന് വീട് ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് സമാധാനം പറയണ്ടേ? ഒരു 10 ദിവസം കൂട്ടി പറഞ്ഞോ. പക്ഷെ പറഞ്ഞ ദിവസം ഇറങ്ങിത്തരണം. ഇന്നേക്ക് 90-ാം ദിവസം ഞാൻ ഇറങ്ങിയിരിക്കും. വാക്കാണോ? വാക്കാണ്. ഇല്ലെങ്കിലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എനിക്ക് പിടിച്ചിറക്കേണ്ടി വരും. അതിനുള്ള ഇട വരുത്തരുത്. ആ ഇട്ടിച്ച മുതലാളിയോട് തന്നെ കുറെ രൂപ ചോദിച്ചാലോ? ഒന്നുമല്ലെങ്കിലും നിങ്ങളുടെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആളല്ലേ? അതൊന്നും ശരിയാവില്ല. മേടിച്ച കടം തന്നെ ഓടി തീർത്തിട്ടില്ല. ഇനി ഓരോ ദിവസം കഴിയും തോറും നെഞ്ചിൽ തീയ. 90 ദിവസം എന്നല്ലേ അവരോട് പറഞ്ഞത്? നാട്ടുകാരെ വിളിച്ചു കൂട്ടി പിടിച്ചിറക്കുക മറ്റോ ചെയ്ത തൽക്കാലം ആരോടെങ്കിലും പലിശക്ക് എടുക്കാം. കിഴക്കോട്ട് ദർശനമായിട്ട് നിന്ന് ഇതങ്ങോട്ട് വെച്ചേ. അത് മറന്നുപോയി. അതെ, ഈ തറക്കല്ലിടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പോരാട്ടോ. വെറുതെ ഒരു ചടങ്ങ്, അല്ലാതെന്താ? അതാ ചടങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും ചെലവ് വേണല്ലോ. അതൊക്കെ നടത്താടോ. അത് 4 കാലം കൂരയൊന്ന് കുത്തിപ്പൊക്കിക്കോട്ടെ. എടെ പിടിയുന്ന പണി തീർക്കുന്ന കാര്യം ഞാനേറ്റു. സമയത്തിന് സാധനങ്ങൾ എത്തിച്ചെന്നാ മതി. അതെ. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വരാതെ എന്തായിരുന്നു ഇത്ര പണി? വെറുതെ സൂപ്പർവൈസിങ്. നമ്മുടെ കണ്ണി എന്നില്ലെങ്കിലേ അവന്മാര് കള്ളപ്പണി എടുക്കും. ചോറൊന്ന് വാരിത്തരാവോ? വയസ്സുകാലത്തോരോ കൊഞ്ചല്. അല്ല, എന്റെ കൈ പാടില്ല. എന്തേ? കുഴിനഖം. നഖത്തില് ചുളിചുളാന്നൊരു വേദന. നാരങ്ങ വെച്ചാൽ മാറുമെന്ന് മേശരി പറഞ്ഞു. കാലത്തുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയതാ. നോക്കട്ടെ. അങ്ങനെ ഊരിൽ നിന്ന് മേശരി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. നടുവിരലല്ലേ വെച്ചിരുന്നേ? ആയിരുന്നോ? ആ ശരി. കൈ നീട്ടിയാ നോക്കട്ടെ. വേണ്ട, വേണ്ട. ഇങ്ങോട്ട് കാണിക്കാൻ. വേണ്ട, ഊരല്ലേ? ഇങ്ങോട്ട് കാണിക്കാൻ. അയ്യോ, പണിക്കാര് കുറവായിരുന്നോണ്ട്. എന്നോട് എന്തിനാ ഇതൊക്കെ മറയ്ക്കുന്നേ? ഇന്ന് പണിക്ക് ഒരാൾ കൂടി ഉണ്ട്. വേണ്ട വേണ്ട, മേശരി ഉൾപ്പെടെ 4 ആൾ മതി ഞാൻ പറഞ്ഞല്ലേ. 2 ആളുടെ പണിക്ക് ഞാനുണ്ടല്ലോ. ഇയാൾക്ക് കൂലി കൊടുക്കണ്ട. കൂലി കൊടുക്കണ്ടേ? വേണ്ട. ആളാരാ? ഇത് ആ ഷെഡിലുണ്ട്. എന്ത്? ആര്? അല്ല, ഇന്നൊരാളുടെ പണിക്കുണ്ടെന്ന് മേശരി പറഞ്ഞു. അതേ, അതൊരു പെണ്ണ. ആളെവിടെ? ദേ ആ,